അതായത് നമുക്ക് ആകെ കുറച്ച് ഓപ്ഷൻസേ കിട്ടുന്നുള്ളൂ. അതിൽ നിന്ന് ഏറ്റവും നല്ലത് നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നോട്ട് ആകുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇത് ഇങ്ങനെ ഓപ്ഷനുണ്ട്, ഇതൊന്നും ഉപയോഗിക്കാതിരിക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ് ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുക. നമ്മളുടെയും നമ്മളുടെ ഫ്യൂച്ചർ ജനറേഷൻസിൻ്റെയും ഒക്കെ ഗുണത്തിനും വെൽബീയിങ്ങിനും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. സമ്മതിദാനാവകാശം നിർവഹിക്കുക എന്നുള്ളത് ഓരോ ഇന്ത്യക്കാരുടെയും കടമയാണ്. അത് നമ്മൾ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ മാറി നിന്ന് അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല. നമ്മുടെ ഭാഗം കൃത്യമായി ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ അതൃപ്തി രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്കൊരു പ്രശംസ പറയാനോ ഒക്കെ പാടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യാൻ വരണം. ഇപ്പം നമ്മൾ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ഇത്രയും വലിയൊരു അറ്റൻഷൻ കിട്ടുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. മടി പിടിച്ചിരിക്കുന്നവർ അല്ലെങ്കിൽ ചൂട് കാരണം വോട്ട് ചെയ്യാൻ വൈകുന്നവർ എന്നൊക്കെ പറയുന്നവർക്ക് അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്. അപ്പോൾ അങ്ങനൊരു കാര്യം ഇതിൽ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷം. ഓരോ പ്രാവശ്യം വോട്ട് ചെയ്യുമ്പോഴും നമുക്കുള്ളത് തന്നെയാണ് മികച്ച ഒരു സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മികച്ച രാഷ്ട്രീയ അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നതും. പല സമയത്തും നമുക്ക് പല രീതിയിലുള്ള അതൃപ്തികൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി അതുണ്ടാവാതിരിക്കുക എന്നുള്ളത് പതിവ് പോലെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നു. ജനത്തിന് നല്ലത് വരുന്നത് അല്ലെങ്കിൽ ജനാധിപത്യത്തിന് നല്ലത് വരുന്ന രീതിയിലുള്ളൊരു വിജയമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പലർക്ക് വേണ്ടിയിട്ടും ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം വളരെ സജീവമായിട്ട് ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതിനുള്ളൊരു സമയവും സൗകര്യവും കിട്ടിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നിട്ടുണ്ട്. വോട്ട് ചെയ്ത ആളാണ്. ഇന്നുവരെ വോട്ട് ചെയ്തിട്ടുള്ളവരെല്ലാം ജയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ഇങ്ങോട്ട് നേരെ വന്നത്. വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കാണല്ലേ. ഇന്ന് നമ്മുടെ ആലപ്പുഴയിൽ വലിയൊരു തിരക്കുണ്ട്. എല്ലാ ബൂത്തിലും വലിയ തിരക്കാണ്. ജനങ്ങൾ കൂട്ടമായി എത്തുന്നു. ജനാധിപത്യത്തിന് വലിയ കരുത്തല്ല ഈ ഇത്തരം ഒരു ജനങ്ങളുടെ പ്രതികരണം. തീർച്ചയായും തിരക്കിനിടയിലും ഫഹദ് ആലപ്പുഴയിലെത്തിയല്ലേ. നസ്രിക്ക് വോട്ട് എറണാകുളത്താണോ? അല്ല, ട്രിവാൻഡ്രത്താണ്. Sir, what message you want voters to come out and vote? Please vote, it's your right. That's all. Thank you. ഒരുപാട് വികസനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും. അതൊക്കെ നടന്നാൽ ആ പ്രതീക്ഷകൾക്ക് മങ്ങലുണ്ടാവില്ലെന്നർത്ഥം. നിങ്ങൾ വോട്ട് ചെയ്താ? അപ്പം നിങ്ങളുടെ പ്രതീക്ഷ തന്നെ ഞങ്ങൾക്കും. ആരെന്ത് ചെയ്താലും നല്ല കാര്യങ്ങളായിരിക്കണം. നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും സംരക്ഷിക്കണം. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നടന്നാൽ നല്ല കാര്യം. എനിക്ക് തോന്നുന്നു നല്ല ശതമാനം വോട്ട്. പക്ഷേ ഈ ബൂത്തിൽ ഇപ്പം വന്നപ്പോൾ ആൾ കുറവാണ്. നല്ലൊരു ശതമാനം പോളിംഗ് നടക്കും എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഒരു 75% നടക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അറിയാം, ഇപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തെ ആൾക്കാർ വന്നാൽ ചൂടില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ്, നല്ല സമയമാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്. ആളും കുറവാണ്. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ വന്നാൽ വോട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് രംഗം നല്ല ചൂടായിട്ട് നിൽക്കുക.